ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് കമൻറ്റിലൂടെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സംശയത്തിൻ്റെ റിപ്ലൈ കൂടെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ വഴി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ നോക്കി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഗ്നോൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് പോസ്റ്റ് വഴിയാണ് നമുക്ക് കിട്ടുക. ചിലത് എക്സാമിനോട് അടുത്തായിരിക്കും കിട്ടുക. പെട്ടെന്ന് ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ഒരു പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇഗ്നോൻ്റെ ഓൺലൈൻ ഈ കണ്ടൻറ്റ് വഴി നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇഗ്നോ ഈ കണ്ടൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഗ്നോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ആപ്പിൻ്റെ ഐക്കൺ അവിടെ കാണിക്കും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് അതിൽ ഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുക്കുക. ഞാനവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എന്ന് കാണിക്കും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജാണ് വരുന്നത്. നമുക്ക് അവിടെ കാണാം മാസ്റ്റർ ഡിഗ്രീസ്, ബാച്ചിലർ ഡിഗ്രീസ്, ഡിപ്ലോമാസ്, സർട്ടിഫിക്കറ്റ്സ്, അതേഴ്സ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ അഡ്മിഷൻ ടൈമിൽ ഏതാണോ സെലക്ട് ചെയ്തത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബാച്ചിലർ ഡിഗ്രി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ അപ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് കാണുന്നുണ്ട്. നമ്മൾ അഡ്മിഷൻ ടൈമിൽ ഏത് പ്രോഗ്രാമാണോ എടുത്തിരിക്കുന്നത് അത് ഇനി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഇത്രയും കാണുന്നത്. എനിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒത്തിരി പ്രോഗ്രാംസ് കാണാം. ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാം BA ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒത്തിരി കോഴ്സസ് കാണാം. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ കാണാം. അപ്പോൾ നമ്മൾ അഡ്മിഷൻ ടൈമിൽ ഏതാണോ കൊടുത്തിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ കാണും. അതിൽ ഏതാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ BG 101 ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഒരു പെർമിഷൻ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒത്തിരി ബ്ലോക്ക്സ് നമുക്ക് കാണാം. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്നൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഈ കോഴ്സിൽ 7 ബ്ലോക്ക് ഉണ്ട്. ചിലതിൽ 1-2 ബ്ലോക്കേ ഉണ്ടാവുകയുള്ളൂ. പോസ്റ്റ് വൈസ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് പേടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കെട്ടായിട്ടായിരിക്കും കിട്ടുക. ഒരു കോഴ്സിൽ ഇപ്പോൾ 7 ബ്ലോക്കില്ല. അപ്പോൾ 7 ബുക്കായിട്ടായിരിക്കും കിട്ടുക. അല്ലാണ്ട് ഒരു ബുക്കിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ആയിരിക്കില്ല വരുന്നത്. ഈ 7 ബ്ലോക്കിൽ 7 ബുക്കായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ 7 ബുക്ക് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ പേടിക്കാനൊന്നുമില്ല. അവർ ഓരോ മൈന്യൂട്ട് കാര്യം പോലും അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബുക്കിൻ്റെ എണ്ണം കൂടിയത്. പക്ഷേ ബുക്ക് കട്ടി ഉണ്ടാവില്ല. കട്ടി കുറവായിരിക്കും. അതിലെ യൂണിറ്റുകൾ ചെറുതായിരിക്കും. ഞാൻ ഈ പറയുന്നതിനിടയിൽ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഓപ്പണായി വന്നു. ഇനി അതിൽ യൂണിറ്റ് 1 കാണാം. അപ്പോൾ 91 പേജുള്ള ഒരു ബ്ലോക്കാണിത്. അതിൽ ഓരോ പേജ് സ്ക്രോൾ ചെയ്യുമ്പോഴും അവിടെ നമ്പർ പോകുന്നതും കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഏത് പേജാണോ വേണ്ടത് അതിലോട്ട് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. അതേപോലെ ഈ ബ്ലോക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ഇഗ്നോൻ്റെ ഈ കണ്ടൻറ്റ് വഴി നമ്മൾ ബുക്സ് നോക്കി പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചോദിച്ചവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയം എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിലും ഇല്ലെങ്കിലും താഴെ കമൻറ്റിലൂടെ പറയുക. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.